അനുമോൾ എന്നെ അവിടെ പി ആർ എന്ന് പറയുന്നുണ്ട്. ഞാൻ മറന്നുപോയി, അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തേനെ, അത് പറയാൻ പാടില്ല അനുവേ, അങ്ങനെ പി ആറിനെ പറ്റി ഡിസ്കഷൻ പാടില്ല ഞാൻ പറഞ്ഞേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അനുമോൾ അതിനെപ്പറ്റി ഡിസ്കഷൻ തുടങ്ങി. അനുമോൾ അത് ഈ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ പലതും പറയും. പക്ഷേ അനുമോൾക്ക് മനസ്സിലാക്കേണ്ട സാധനം വെച്ചാൽ അവിടെ ആരും ഫ്രണ്ട്സ് അല്ല. അവിടെ ഫ്രണ്ട്സിനോടൊന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം അവർ നാളെ ബാക്ക് സ്റ്റാബ് ചെയ്യും. അതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിനില്ലാതെ പോയി. അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അങ്ങനെ കാരണം നിങ്ങൾ ആരെയും, കാരണം ഞാൻ പറഞ്ഞു അവിടെ നിനക്ക് കംഫർട്ട് സ്പേസ് തോന്നുന്ന ആൾക്കാരുടെ ഫ്രണ്ട്സ് ആയിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോളുടെ പി ആറിന് അനുമോളെ എന്താ പറയുക, ബുദ്ധിയില്ലാതും അനുമോൾ വണ്ടിയാണെന്നും ഒക്കെ പറഞ്ഞങ്ങ് ആ ഒരു ലെവലിലോട്ട് അങ്ങ് പോവുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്ന വിനു ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് നാണം കെട്ട് ആ കരിയർ തന്നെ നശിച്ചു പോകുന്ന തരത്തിൽ 50 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുമായിരുന്നു എന്നുള്ളത്. അത് തന്നെ ഇപ്പോൾ അടുത്ത ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന പി ആർ എന്നുള്ള വിഷയം അത് അനുമോൾ എടുത്തിടാൻ പാടില്ലായിരുന്നു അവിടെ എന്നുള്ളതും. അനുമോൾ തന്നെയാണ് എല്ലാവരും ഓടിയതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധി അനുമോൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വിനു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് പി ആർ പറഞ്ഞു കൊടുത്ത രീതിയിലുള്ള ഒരു കളി മാത്രമാണ് അവിടെ അനുമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ഷോയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഷോയിൽ ഒരു ഗെയിമർ എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കണ്ടസ്റ്റന്റ് എന്ന് പറയാനോ പാകത്തിന് ഒന്നും തന്നെ ഇല്ല. എല്ലാം പി ആർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ്. അനുമോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മുഴുവൻ പി ആർ ആണ്. അപ്പോൾ ഇതൊരു പി ആർ കപ്പാണ് എന്നുള്ളത് ഈ പറയുന്ന വിനു തന്നെ തുറന്നടിച്ച് സമ്മതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? ശരിയാണ്. കാരണം അനുമോൾ തന്നെയാണ് അവിടെ ഈ പി ആറിൻ്റെ വിഷയം ഇത്രത്തോളം വഷളാക്കിയത്. ഈ പി ആർ കൊടുത്ത് വന്നിട്ടുള്ള അനുമോൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഈ പി ആറിൻ്റെ കഥകളൊക്കെ ചെന്നിട്ട് ഇവരടുത്തൊക്കെ ചെന്ന് വിളമ്പാനായിട്ട്? ഇതെല്ലാം ഇത്രയ്ക്ക് വിനുവിന് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടേണ്ടി വന്നത് പുറത്ത് ആ ഒരു വിഷയം ഇല്ലായിരുന്നെങ്കിൽ അനുമോൾക്ക് ഇത്രത്തോളം അങ്ങ് നെഗറ്റിവിറ്റി ഉണ്ടാകത്തില്ലായിരുന്നു. കുറച്ചൊന്ന് പറഞ്ഞു തന്നെ നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത്ര അങ്ങ് പി ആർ വിഷയത്തിൽ കയറി പോകത്തില്ലായിരുന്നു. ഇതിപ്പോൾ വിനുവിന് ഇരട്ടിപ്പണി എടുക്കേണ്ടി വന്ന കാര്യം എന്ന് പറയുന്നത് ഈ പി ആർ അത് അമ്മാതിരി ഒരു ലെവലായിപ്പോയി. എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീസൺ. അത് എന്തുകൊണ്ട് നന്നായി ഇങ്ങനെ ഒരു സംഭവ വികാസം ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് പച്ചയ്ക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്ക് അത് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അനുമോളെടുത്ത് അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ വിനു പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം വിട്ടുപോയി എന്നുള്ള കാര്യത്തിൽ എന്തോന്നടേ. അപ്പോൾ ഈ പി ആർ പറഞ്ഞു കൊടുത്ത പി ആർ എടുത്ത ക്ലാസ്സിന് അനുമോൾ അവിടെ പെർഫോം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് വിനു തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പരമകഷ്ടം തന്നെയാണ് BB7 ഒരു വിന്നറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ പി ആർ ബലത്തിൽ വിജയിക്കുക, പി ആർ ബലത്തിൽ കപ്പെടുക്കുക, എന്നിട്ട് പി ആർ തന്നെ വന്നിരുന്ന് പറയുന്നു ഞാനില്ലായിരുന്നെങ്കിൽ അനുമോൾ അവിടെ നിന്ന് നാണം കെട്ട് പുറത്തു പോകുമായിരുന്നു. അനുമോളുടെ അടുത്ത് ഈ പറയുന്ന രീതിയിൽ പി ആറിൻ്റെ വിഷയം അവിടെ പറയാൻ പാടില്ലായിരുന്നു, അതിനുള്ള ബുദ്ധി അനുമോൾക്ക് ഇല്ലാതെ പോയി എന്നുള്ള തരത്തിലൊക്കെ. BB7 വിന്നറിൻ്റെ ഒരു അവസ്ഥ സമ്മതിക്കണം.